ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നഴ്സിംഗിലെ ഒരു പ്രൊസീജിയറാണ്. ഒരു സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് ഹോട്ട് വാട്ടർ ബാഗ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഹോട്ട് വാട്ടർ ബാഗ് എന്ന് നോക്കാം. എ ഹോട്ട് വാട്ടർ ബാഗ് ഈസ് എ ഫണ്ടമെൻ്റൽ ഹീറ്റിംഗ് ഡിവൈസ് ദാറ്റ് സെർവ് ഹാസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് പെയിൻ റിലീഫ് ആൻഡ് കീപ്പിംഗ് ദ ബോഡി വോം. സോ എന്താണ് ഹോട്ട് വാട്ടർ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹീറ്റിംഗ് ഡിവൈസ് ആണ്. അത് നമ്മുടെ വേദനയൊക്കെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബോഡി എന്താണ് ചൂടാക്കി വെക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് ഹോട്ട് വാട്ടർ ബാഗ് പല ടൈപ്പിൽ അവൈലബിൾ ആണ്. റബ്ബർ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്, സിലിക്കൺ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്, അതുപോലെ ഇലക്ട്രിക് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്, മെഡിക്കൽ ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. പർപ്പസ് വന്നിട്ട് ടു റിലീവ് പെയിൻ, to provide comfort, to promote healing, to relieve urinary retention, to relieve muscle spasm, to stimulate blood circulation, to supply heat to localized area, to decrease swelling in the bones, muscle, joints. സോ എന്താ പറയുന്നത്, നമ്മുടെ വേദനയൊക്കെ കുറയ്ക്കാനും അതുപോലെ ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹീലിംഗ് എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ യൂറിനറി റീറ്റെൻഷൻ. എന്താണ് യൂറിനറി റീറ്റെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നബിലിറ്റി ടു വോയിഡ് യൂറിൻ, അതായത് യൂറിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ യൂറിനറി റീറ്റെൻഷൻ എന്ന് പറയുന്നത്. സോ അതൊക്കെ എന്താണ് റിലീവ് ചെയ്യാനും അതുപോലെ തന്നെ മസിൽ സ്പാസം റിലീവ് ചെയ്യാനും, അതായത് നമ്മുടെ ഈ മസിൽസിനൊക്കെ ഉണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, അതുപോലെ ഹീറ്റ് നമ്മുടെ ബോഡിയിൽ ഹീറ്റ് സപ്ലൈ ചെയ്യാനും, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാനും നീരൊക്കെ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഇൻഡിക്കേഷനും കോൺട്രാ ഇൻഡിക്കേഷനുമാണ്. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ പറയുന്നതാണ് ഇൻഡിക്കേഷൻസ്. ഇനി ഇത് കോൺട്രാ ഇൻഡിക്കേഷൻസ്, അതായത് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യരുത്, ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെയിനൊക്കെ ഉള്ളത്, മസിൽ സ്പാസം, യൂറിനറി റീറ്റെൻഷന്, അതുപോലെ പേഷ്യൻ്റ് വിത്ത് പെയിനുള്ള പേഷ്യൻ്റ്, സ്വെല്ലിംഗ് ഉള്ള പേഷ്യൻ്റ്, അതുപോലെ തന്നെ കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റ്, ഇങ്ങനെയുള്ള പേഷ്യൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഹോട്ട് വാട്ടർ ബാഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല? യെസ്, ആർക്കൊക്കെ പറ്റത്തില്ല? അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അൺകോപ്പറേറ്റീവ്, നമ്മളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യാത്തടുത്ത് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലമേഷൻ, ഭയങ്കരമായിട്ടുള്ള അക്വൈഡ് ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക്, അതുപോലെ ഓപ്പൺ വൂണ്ട്, മുറിവൊക്കെ ഉള്ളവർക്ക് നമുക്ക് ആ മുറിയിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ബ്ലീഡിങ് ഉള്ളവർക്ക്, അതായത് ബ്ലീഡിങ് ഉള്ളവർക്ക്, ഹെമറേജ് ഉള്ളവർക്കൊക്കെ എന്താൻ പറ്റില്ല, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊസീജിയറിലോട്ടാണ്. പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് പറയുക. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഹോട്ട് വാട്ടർ ബാഗ് ആപ്ലിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പേഷ്യൻ്റെ അടുത്ത് അത് പറയുക, അതുപോലെ പേഷ്യൻ്റെ കൺസെൻറ്റ് വാങ്ങുക. അതായത് പേഷ്യൻ്റ് ഓക്കെ നിങ്ങൾ ചെയ്തോ എന്ന് പറയുക. ഓക്കെ, കോപ്പറേറ്റീവ് ആയിരിക്കണം പേഷ്യൻ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ എന്താണ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ് ആൻഡ് ഗീവ് എ കംഫർട്ടബിൾ പൊസിഷൻ ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിന് എന്താ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഇപ്പം ചില പേഷ്യൻറ്റിന് ഇങ്ങനെ സിറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷൻ കൊടുക്കുക. ചില പേഷ്യൻസിന് എന്താണ് ഇരിക്കാൻ വയ്യ, കിടന്ന് മതി എന്നുണ്ടെങ്കിൽ അതേപോലെ അതായത് ഒരു ലൈൻ പൊസിഷൻ എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈൻ പൊസിഷൻ കൊടുക്കുക. ഓക്കെ, ഗീവ് പ്രൈവസി ടു ദ പേഷ്യൻറ്റ് ഇഫ് നീഡഡ്. ഇനിയിപ്പം പേഷ്യൻറ്റിന് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് വാഷ് ഹാൻഡ്സ്. ഇതെല്ലാ പ്രൊസീജിയറിലും വരുന്നതാണ് ആദ്യത്തെ ഇത്രയും കാര്യങ്ങൾ. ആൻഡ് അസംബിൾ ദ ആർട്ടിക്കിൾസ് അസംബിൾ ചെയ്യാം. ഇവിടെ നമുക്ക് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വേണ്ടത്? ഒരു ഹോട്ട് വാട്ടർ ബാഗ് വേണം, എ ജഗ് വിത്ത് വാം വാട്ടർ, ഒരു ജഗ്ഗിൽ നല്ല ചൂടുവെള്ളം വേണം, ആൻഡ് ബാത്ത് തെർമോമീറ്റർ വേണം. ബാത്ത് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമില്ലേ, ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തെർമോമീറ്റർ വേണ്ടത്. ആൻഡ് ടവല്, അതുപോലെ തന്നെ കോട്ടൺ ക്ലോത്ത് വേണം, ആൻഡ് കിഡ്നി ട്രേ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ചെക്ക് ദ ഹോട്ട് വാട്ടർ ബാഗ് ഫോർ എനി ലീക്കേജ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഹോട്ട് വാട്ടർ ബാഗിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്?
pouring 2 or 3 drops of water, then cover it, then turn it upside down. അതായത് നമ്മൾ 2-3 തുള്ളി വെള്ളം എന്ത് ചെയ്യുക, ഹോട്ട് വാട്ടർ ബാഗിലോട്ട് നമ്മൾ ഒഴിച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിങ്ങനെ തിരിച്ചു പിടിക്കുക. അതായത് ഇങ്ങനെ എന്താ പറയുക, തല കീഴാക്കി പിടിച്ച് നോക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് അറിയാനായിട്ട് പറ്റും. ദെൻ മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് വാട്ടർ യൂസിങ് ബാത്ത് തെർമോമീറ്റർ. നമ്മുടെ ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ബാത്ത് തെർമോമീറ്റർ ഇട്ട് മെഷർ ചെയ്യുക. ദെൻ pour hot water into the bag until 2/3 full. അതായത് നമ്മൾ ഹോട്ട് വാട്ടർ എന്ത് ചെയ്യുക, ഈ ബാഗിനകത്തോട്ട് ഫില്ല് ചെയ്യുക. 2/3 ഫുള്ള് അങ്ങ് ഫില്ല് ചെയ്യരുത്, 2/3 ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ദെൻ എക്സ്പെൽ ദ എയർ ബൈ പ്ലേസിങ് ദ ബാഗ് ഓവർ എ ഫ്ലാറ്റ് സർഫസ്, ദെൻ ക്ലോസ് ദ ബാഗ്. അതായത് അതിനകത്ത് ഉണ്ടാകുന്ന എയർ ഉണ്ടല്ലോ, എയറിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാഗ്, അതായത് നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാഗിൽ എന്ത് ചെയ്യാം, ഹോട്ട് വാട്ടർ നിറച്ചല്ലോ, ആ നിറച്ചതിന് ശേഷം അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അതിങ്ങനെ അതിനകത്തുള്ള എയർ എക്സ്പെൽ ചെയ്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുക. ദെൻ ബാക്കി അതിൻ്റെ മണ്ടൽ വല്ല എന്തെങ്കിലുമൊക്കെ ആ ഹോട്ട് വാട്ടറിൻ്റെ ബാഗിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് തുടച്ചതിന് ശേഷം ദെൻ കവർ ദി ബാഗ് വിത്ത് എ കവർ ഓർ കോട്ടൺ. എന്താ ചെയ്യാം, ആ ഹോട്ട് വാട്ടർ ബാഗിനെ കവർ ചെയ്യുക, ഒരു ക്ലോത്ത് വെച്ചിട്ട്, ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഡയറക്റ്റ് സ്കിന്നുമായിട്ട് ഭയങ്കര തിളച്ച ഇതല്ലേ, അപ്പം തിളച്ച വെള്ളമല്ലേ, അപ്പം നമ്മൾ ഡയറക്റ്റ് സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ എന്താ, നമുക്ക് സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടൺ ക്ലോത്ത് കൊണ്ട് അത് കവർ ചെയ്യുന്നത്. ദെൻ പ്ലേസ് ദ ബാഗ് ഇൻ എ പേഷ്യൻസ് അഫക്റ്റഡ് ഏരിയ. എന്ത് ചെയ്യാം, എവിടെയാണോ പേഷ്യൻസിന് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് അവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ഹോട്ട് വാട്ടർ ബാഗ് എബൌട്ട് 20 to 30 മിനിറ്റ്, അതായത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ഈ ഹോട്ട് വാട്ടർ ബാഗ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, റിമൂവ് ദ ബാഗ് ആൻഡ് ഒബ്സർവ് ദി പേഷ്യൻറ്റ് ഫോർ എനി പെയിൻ, റെഡ്നെസ് ആൻഡ് സ്വെല്ലിങ്. ആൻഡ് 20 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും റെഡ്നെസ്സോ ആ സ്കിന്നിൻ്റെ അവിടെ എന്തെങ്കിലും റെഡ്നെസ്സോ പെയിനോ എന്തെങ്കിലും സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. ദെൻ റീപ്ലേസ് ദി ആർട്ടിക്കിൾസ് എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുക, ഹാൻഡ്സ് വാഷ് ചെയ്യുക. ദെൻ ഡോക്യുമെൻ്റ് ദി പ്രൊസീജിയർ എന്ത് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മളിപ്പം ഡോക്യുമെൻ്റ് ചെയ്തില്ല, നമ്മളൊരു പ്രൊസീജിയർ ചെയ്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രൊസീജിയർ ചെയ്തിട്ടില്ല എന്നാണ് വരുന്നത്. സോ ഡോക്യുമെൻറ്റേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രൊസീജിയർ ചെയ്താലും ആ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. ഓക്കെ,